ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. നീ ശബ്ദം ഉയർത്തുന്നതൊക്കെ കൊള്ളാം. നിന്റെ വാഴപ്പിണ്ടി പോലത്തെ നട്ടെല്ലും കൊണ്ടേ നീ കൈക്കരുത്ത് കാണിക്കുന്ന ഈ സുസ്മിതയുടെ എടുത്തിട്ട് വന്നാൽ വിവരം അറിയും. എടാ, നിന്റെ ഭാര്യ ശ്യാമയുടെ രഹസ്യബന്ധം അറിയിക്കാൻ തന്നെടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയും നാളെ നീ പൊന്നേ ചക്കര എന്നും പറഞ്ഞ് ലാളിച്ചു വെച്ചിരിക്കുന്ന ഈ പപ്പിമോളില്ലേ, അവൾ നിന്റെ മോളല്ല. സുസ്മിത ഇങ്ങനെ രോഹിത്തിനോട് പറഞ്ഞത് കേട്ട് ശ്യാമയങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. എല്ലാവരും സുസ്മിതയുടെ മുഖത്തോട്ട് നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇവള് പറയുന്നത്? സത്യഭാമയുടെ അടുത്ത് വന്നിട്ട് സുസ്മിത വീണ്ടും പറയുക, ആന്റി, പപ്പിമോള് ശ്യാമ പ്രസവിച്ച മോളല്ല, അതുകൊണ്ട് തന്നെ പപ്പി ഈ വീടിന്റെ അവകാശിയുമല്ല. രാഘവേട്ടനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്തൊക്കെ ഈ തലയ്ക്ക് വെളിവില്ലാത്തവൾ വിളിച്ചു പറയുന്നത്. എടാ, ഈ പ്രാന്തിയെ പിടിച്ച് വെളിയിലിറക്കടാ. രോഹിത് ഉടനെ പറയാ, കള്ളവാ, പച്ചക്കള്ളവാ വിളി പറയുന്നത്. പപ്പി എൻ്റെ മോള് തന്നെ, എൻ്റെ ചോരയല്ലടാ, ചേര. എടാ മണ്ട, കാര്യങ്ങൾ അറിയുമ്പോൾ പെണ്ണുങ്ങളെ പോലെ നിന്ന് മോങ്ങുമല്ലടാ ചെയ്യേണ്ടത്. ആണുങ്ങളെ പോലെ നിന്ന് നിന്റെ ഭാര്യയോട് കാര്യങ്ങൾ ചോദിക്കടാ. ഞാനീ പറഞ്ഞതൊക്കെ കള്ളവാണോ ഇല്ലയെന്ന് അവള് പറയട്ടെ. സുസ്മിത പറയുന്നതൊക്കെ കേട്ട് അമ്പരന്നോട്ട് രോഹിത്ത്, ശ്യാമേ, അവള് പറയില്ലടാ, അവള് മിണ്ടാതെ നിൽക്കുന്ന കണ്ടോ നീ? കാരണം ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ടാണ് അവള് മിണ്ടാതെ നിൽക്കുന്നത്. എന്തു പറയണമെന്നറിയാതെ ശ്യാമ നിന്നിങ്ങനെ സങ്കടത്തോടെ നോക്കുവാണ്. പെട്ടെന്ന് സത്യഭാമ ശ്യാമയെ അടുത്തോട്ട് വിളിച്ചിട്ട്, ശ്യാമേ, ഇവള് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ശ്യാമയെ കുലുക്കി വിളിച്ചിട്ട്, എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എൻ്റെ സത്യാമ്മേ, വഴിയെ പോകുന്നവരൊക്കെ വന്ന് വിടുവായിത്തരം പറയുന്നതിന് ഞാൻ എന്തിനാ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്? സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ച് ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് ശ്യാമ ഇങ്ങനെ പറയുന്നത്. എൻ്റെ പ്രസവ സമയത്ത് സത്യാമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതല്ലേ? അതെ, ഞാൻ ഉണ്ടായിരുന്നു. അന്നൊന്നും കേൾക്കാത്ത ഒരു പുതിയ കഥയും കൊണ്ട് വന്നിരിക്കുമെന്നും പറഞ്ഞ് സത്യഭാമ സുസ്മിതയെ നോക്കി അങ്ങോട്ട് ദേഷിക്കുവാണ്. എടാ വിഷ്ണു, ഇവിടെ കള്ളക്കഥ ഇനിയും കേട്ടോണ്ട് നിൽക്കാതെ ഇവളെ പിടിച്ച് വെളിയിലോട്ട് ഇറക്കടാ. സത്യഭാമ അങ്ങനെ പറയാത്ത താമസം പെട്ടെന്ന് വിഷ്ണു സുസ്മിതയുടെ കയ്യെ പിടിച്ചിട്ട്, എടി ഇറങ്ങടി എന്നും പറഞ്ഞ് വലിക്കുവാണ്. വേണ്ട, എൻ്റെ കയ്യെന്ന് വിട്, ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാം. വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ശാലിനി പ്രസവിച്ചതേ ഇരട്ടക്കുട്ടികളാണെന്ന് വിഷ്ണുവേട്ടൻ അറിയാമായിരുന്നോ? വിഷ്ണുവേട്ടൻ തിരക്കി നടക്കുന്നുണ്ടല്ലോ സത്യയുടെയും പപ്പിയുടെയും പിന്നാമ്പറ കഥ. എങ്കിൽ കേട്ടോ, ദേണ്ട ഇവള് ഈ ശ്യാമ എല്ലാരെയും പറ്റിക്കുമായിരുന്നു. ശ്യാമ പ്രസവിച്ച് അബോഷനായപ്പോൾ ശാലിനി പ്രസവിച്ച ഇരട്ടക്കുട്ടികളിൽ ഒന്ന്, അതായത് ദാണ്ട ഈ പപ്പിയെ ശാലിനി ശ്യാമയ്ക്ക് വളർത്താൻ കൊടുത്തതാണ്. സുസ്മിതയുടെ ഈ വാക്കുകൾ കേട്ട് വിഷ്ണു അങ്ങ് അന്തം വിട്ട് നിൽക്കുവാണ്. കാരണം വിഷ്ണു പപ്പിമോളുടെയും സത്യമോളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് സ്കൂളിൽ നോക്കിയതാണല്ലോ. എല്ലാവരും അമ്പരപ്പോടെ ശ്യാമയെ നോക്കുവാണ്. എന്നിട്ട് സത്യഭാമ സുസ്മിതയോട് ചോദിക്കുന്നു, നീ എന്തോ ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ പപ്പിമോള് ശ്യാമ പ്രസവിച്ച കുട്ടിയല്ലെന്നാണോ? അതെ ആന്റി, ഇവരെല്ലാരും ചേർന്ന് ചതിക്കുമായിരുന്നു. ഇനി ആന്റിക്ക് വിശ്വാസയോഗ്യമായ മറ്റൊരു സത്യം കൂടെ ഞാൻ പറയാം. പപ്പിക്ക് ആക്സിഡന്റ് ആയപ്പോഴേ അവിടെ വന്ന് പപ്പിക്ക് ബ്ലഡ് കൊടുത്ത ആരാണെന്നറിയാവോ? ശാലിനി. ഇത്രയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് എന്തൊക്കെയോ മനസ്സിലായി കഴിഞ്ഞു. സത്യഭാമ സുസ്മിതയോട് പറയാ, എടി സുസ്മിത, ഇത്രയും നേരം നീ പറഞ്ഞ ഈ കള്ളക്കഥകളൊക്കെ ഞാൻ കേട്ടോണ്ട് നിന്നതേ നീ ഇത് എവിടം വരെ കൊണ്ട് എത്തിക്കുമെന്ന് അറിയാൻ വേണ്ടി തന്നെ. എന്നോടും എൻ്റെ കുടുംബത്തോടുമുള്ള പക തീർക്കാനേ ഇനിയും ഇതുപോലെയുള്ള കള്ളക്കഥകളുമായി വന്നാൽ മുറ്റമടിച്ച് വരുന്ന കുറ്റിച്ചൂലുകൊണ്ട് നിന്നെ അടിച്ച് പുറത്താക്കും. അയ്യോ ആൻറ്റി, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇറങ്ങടി വെളിയിൽ. എടി, നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ആൻറ്റി, ഞാൻ പറഞ്ഞത് സത്യമാണ്. പത്മിനി ശ്യാമ പ്രസവിച്ച മകളല്ല, ശാലിനി പ്രസവിച്ചതാ പപ്പിയെ. സുസ്മിതയുടെ ചെവിക്കുറ്റി നോക്കി സത്യഭാമ ഒരൊറ്റ അടി. ഇനി ആ പേര് നീ ഇവിടെ പറഞ്ഞാൽ അടിച്ചു നിന്റെ കരണം പോയ്ക്കും. ആൻറ്റി, നിങ്ങൾ എന്നെ തല്ലിയത് കൊണ്ടോ ഈ മുറ്റത്തുനിന്ന് എന്നെ അടിച്ചിറക്കിയത് കൊണ്ടോ സത്യം സത്യമല്ലാതാകില്ല. ഞാനിത് എവിടെയും വിളിച്ചു പറയും. ശാലിനി പ്രസവിച്ചത് ഇരട്ടക്കുട്ടികളെയാണ്. ഇതിങ്ങനെ വിഷ്ണുവിന്റെ ചെവിയിലോട്ട് മുഴങ്ങുവാണ്. പപ്പിയും സത്യയും ഒരമ്മ പെറ്റ മക്കളാണ്, അവര് സഹോദരങ്ങളാണ്. വീണ്ടും നീ അത് തന്നെ പറയുന്നോടിയും പറഞ്ഞ് സത്യഭാമ അവിടെ മറ്റേ കർണത്തോടെ ഒരൊറ്റടി. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ആൻറ്റി, ഞാൻ പറഞ്ഞത് സത്യം, ഇറങ്ങിപ്പോടി ഇവിടുന്ന് പറഞ്ഞ് സത്യഭാമ സുസ്മിതയെ പിടിച്ച് ഒരൊറ്റ തള്ളു. സത്യഭാമയുടെ ആ തള്ളിൽ നിന്ന് സുസ്മിത കട്ടിലിൽ നിന്ന് ചാടി എണീറ്റ് കവിള് തടകുവാണ്. ഇത്രയും നേരം സുസ്മിത സ്വപ്നം കാണുമായിരുന്നു. ഇതൊക്കെ സ്വപ്നത്തിലായാൽ കൂടി സത്യഭാമ ചെവിക്കുറ്റി രണ്ടും തല്ലിപ്പൊട്ടിച്ചതിന്റെ വേദന സഹിക്കാൻ വയ്യാതെ സുസ്മിത അവിടെ നിന്ന് വെള്ളമെടുത്ത് മടമടമടാന്നങ്ങ് കുടിക്കുക. ദൈവമേ, തെളിവൊന്നുമില്ലാതെ സത്യഭാമയുടെ അടുത്തോട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്ന അനുഭവം. എങ്ങനെയും തെളിവ് കണ്ടെത്തണം, എന്നിട്ട് പൊളിച്ചടുക്കണം എല്ലാത്തിനെയും എന്ന് സുസ്മിത ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് സത്യമോള് വെൽക്കം എന്ന് എഴുതി അച്ഛനെന്നൊക്കെ എഴുതി വെച്ചിട്ട് കുഞ്ഞ് ആ ഗേറ്റിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അച്ഛനെ നോക്കി. പാവം, അച്ഛനെ കാണാൻ ആ കുഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്.
ശാരദാമ്മ അങ്ങോട്ട് വന്നിട്ട്, സത്യമോളെ ഇത് എന്തൊരു നിപ്പ, ഇങ്ങോട്ട് വന്നേ, ഭക്ഷണം എടുത്ത് വെച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ വേണ്ട ശാരദാമ്മേ, വേണ്ട, അമ്മ കണ്ടാലേ വന്ന് വഴക്ക് പറയും. ഇല്ല ശാരദാമ്മേ, ഞാൻ അച്ഛൻ വന്നിട്ട് അച്ഛനോടൊപ്പം കഴിച്ചോളാം. മോളെ പറയുന്ന കേക്ക്, മോളെ ഇങ്ങോട്ട് വാ മോളെ. ഇത് കേട്ടോണ്ട് ശാലിനി അങ്ങോട്ട് വരും. എന്താമ്മേ ഇവിടെ പ്രശ്നം? കണ്ടില്ലേടി, ഒറ്റ നിൽപ്പാ, എത്ര നേരം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നെന്നറിയാവോ? ശാരദാമ്മ വീണ്ടും പറയാം, മോളെ എന്തെങ്കിലും വന്ന് കഴിച്ചിട്ട് പോയി നിൽക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ശാരദാമ്മേ? അമ്മേ, അവള് നോക്കി നിൽക്കുന്ന അവിടെ അച്ഛനെയാണ്. അത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഇതിന് എന്താടി ഒരു പരിഹാരം? അവൾക്ക് 6-7 വയസ്സായതാ, അവളെ തെറ്റ് പറയാൻ പറ്റില്ല. കൊച്ചി ഇനിയും വലുതാവും, അപ്പോൾ അവളോടൊപ്പം അവളുടെ ആഗ്രഹവും വളരും. പിന്നീട് അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി കൊടുത്തേ മതിയാവൂ. അവളുടെ ചോദ്യത്തിൽ നിന്ന് നിനക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എൻ്റെ അമ്മ എന്തുവായി പറഞ്ഞു വരുന്നത്? എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് അവരുടെ മുന്നിലെ ഹീറോ അവരുടെ അച്ഛൻ തന്നെയാണ്. അതൊരിക്കലും അമ്മയ്ക്കാകാൻ പറ്റില്ല. കൂട്ടുകാരൊക്കെ അച്ഛനെക്കുറിച്ച് പറയുമ്പോഴേ അവൾക്കും ആഗ്രഹം കാണും. കുരുന്നു മനസ്സല്ലേ, ഏതെല്ലാം രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചാൽ പോരെ? ഞാനിപ്പോൾ അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു തരാം എന്നും പറഞ്ഞ് ശാലിനി ദേഷ്യത്തോടെ അങ്ങോട്ട് ചെല്ലുവാണ്. സത്യേ, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടമ്മേ. എന്താ സത്യം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഒരച്ഛനും ഒന്നും ഇങ്ങോട്ട് വരില്ല. അച്ഛൻ അവിടെ ജോലി തിരക്കാ, അതുകൊണ്ട് വരാൻ പറ്റില്ല. അമ്മ, ഈശ്വരൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛൻ വരുമെന്ന്. ഭഗവാൻ ഒരിക്കലും കള്ളം പറയില്ലമ്മേ. സത്യേ, ദേ വെറുതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ഭക്ഷണം കഴിക്കുന്നില്ലെന്നും പറഞ്ഞ ശാരദാമ്മ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നീ ഭക്ഷണം കഴിച്ചില്ല, ദേണ്ട വടിയെടുത്ത് നിന്നെ ഞാൻ അടിക്കും. സത്യമോള് വിടുന്ന ഒരു പ്ലാനുമില്ല. സത്യമോള് പറയുക, അമ്മ എന്നെ എത്ര വേണേലും തല്ലിക്കോ, എന്നാലും അച്ഛൻ വന്നിട്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. ആഹാ, അത്രയ്ക്കായോ? നിനക്കപ്പോൾ വാശിയാ എന്നും പറഞ്ഞ ശാലിനി ഒരു വടിയെടുത്തുകൊണ്ട് വരികയാണ്. ശാരദാമ്മ ആ വടി വാങ്ങിച്ചങ്ങ് കുത്തി ഒടിച്ച് കളഞ്ഞിട്ട്, എൻ്റെ സത്യമോളെ ഭക്ഷണം കൊടുക്കാൻ എനിക്കറിയാം. അമ്മ എന്നെ അടിച്ചോട്ടെ ശാരദാമ്മ, എത്ര വേണേലും അടിച്ചോട്ടെ, എൻ്റെ അച്ഛന് വേണ്ടിയല്ലേ ഞാൻ തല്ലുകൊള്ളുന്നത്. അമ്മ കണ്ടോ ഇവിടെ വാശി? അമ്മ പറഞ്ഞാലൊന്നും ഇവളെ അനുസരിക്കത്തില്ല. ശാലിനി നീ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം എൻ്റെ സത്യമോടെ കാര്യം. എൻ്റെ സത്യമോളും ഞാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എന്നൊക്കെ സത്യമോളോട് പറഞ്ഞ് ശാരദാമ്മ ഇണക്കി പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് സത്യമോൾ ഓടി വന്ന ശാരദാമ്മേ, എൻ്റെ അമ്മ എന്തിയേ? അത് മോളെ അപ്പുറത്ത് എവിടെങ്കിലും കാണും. ഇല്ല, എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പോയതായിരിക്കും. ഇല്ല മോളെ, അമ്മയ്ക്ക് എന്തൊക്കെയോ എഴുതാനുണ്ട്, അതൊക്കെ റൂമിൽ കതകടച്ചിരുന്നോണ്ട് എഴുതുക, ആരും ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ സത്യേ, ശാരദാമ്മ ഒരു കാര്യം പറയാം. മോൾ അച്ഛൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രതീക്ഷയൊന്നും വെക്കണ്ട. എന്ന് വെച്ചാൽ അച്ഛൻ വലിയ തിരക്കുള്ള ആളല്ലേ, ഉടനെ ഒന്നും അച്ഛന് വരാൻ പറ്റില്ല. ആര് പറഞ്ഞു അച്ഛൻ വരില്ലെന്ന്? എന്നോട് പറഞ്ഞിരിക്കുന്നതേ ഭഗവാനാ. ഭഗവാൻ പറഞ്ഞാലേ തെറ്റില്ല ശാരദാമ്മേ. ശാരദാമ്മ നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ, എൻ്റെ അച്ഛൻ വരുമ്പോൾ ഊണ് കൊടുക്കാനുള്ളതാ. മോളെ അതൊക്കെ ഞാൻ ഉണ്ടാക്കാം, പക്ഷേ അച്ഛൻ വരുമെന്ന് ഉറപ്പായിട്ടുണ്ടാക്കിയാൽ പോരെ? ശാരദാമ്മ ഉണ്ടാക്കിക്കോ, ഞാനല്ലേ പറഞ്ഞത് അച്ഛൻ വരുമെന്ന് വെച്ചാൽ ഉറപ്പാണ്. എൻ്റെ അച്ഛൻ വന്നിട്ടേ ഞാൻ എൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്നാണ് ചോറ് കഴിക്കുന്നത്. എന്നിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് ചോറ് ഉരുട്ടി വായിൽ വെച്ച് തരും. എന്നിട്ട് സ്നേഹത്തോടെ എൻ്റെ നെറ്റിയിൽ മുത്തവും തരും. ഇങ്ങനെയൊക്കെ എൻ്റെ ഫ്രണ്ട് രേഷ്മയുടെ അച്ഛൻ ചെയ്യുന്നതാ. അവൾ ഇതൊക്കെ വന്ന് പറയുമ്പോഴേ എനിക്ക് കൊതിയാ ശാരദാമ്മേ. അതുകൊണ്ടാണ് ഞാനും എൻ്റെ അച്ഛൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. സത്യമോളുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ശാരദാമ്മ അങ്ങ് സങ്കടപ്പെടുവാണ്. സത്യമോൾ അങ്ങനെ അവളുടെ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങളും അങ്ങനെ ശാരദാമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അച്ഛനുമായിട്ട് എല്ലായിടവും കറങ്ങാൻ പോകും എന്നൊക്കെ പറഞ്ഞ പൊന്നുമോള് സ്വപ്നം കാണുവാണ്. അച്ഛനെയും കൂട്ടിയിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ എൻ്റെ അച്ഛൻ വന്നു, ഞാനിനി എൻ്റെ അച്ഛനെ ഒരിടത്തേക്കും പറഞ്ഞു വിടത്തില്ല, എൻ്റെ കൂടൊപ്പം എപ്പോഴും എൻ്റെ അച്ഛനുണ്ടാകും. എന്നിട്ട് ശാലിനിയുടെ അടുത്ത് എന്നിട്ട് പറയുന്ന, അമ്മ ഇങ്ങോട്ട് വന്നൊന്ന് കിടന്നേ, ദേ അച്ഛൻ കിടക്കാൻ വന്ന് നിൽക്കുന്നത് കണ്ടോ, നിങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നിട്ട് നിങ്ങളുടെ നടുക്ക് വേണം എനിക്ക് കിടക്കേണ്ടത്, നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. ഇനി എൻ്റെ അച്ഛൻ എനിക്കൊരു കഥ പറഞ്ഞതാ, എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഥ പറഞ്ഞു തരുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, അതുകൊണ്ട് അച്ഛൻ എനിക്ക് കഥ പറയച്ചാ എന്ന് പറയുമ്പോൾ സത്യമോട് അച്ഛൻ കഥ പറയുവാണ്. മക്കളെ തിരിച്ചറിയാനാവാത്ത അയോധ്യയിലെ ശ്രീരാമന്റെ കഥ. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു സീതാദേവി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശ്രീരാമചന്ദ്രന് സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരാശ്രമത്തിൽ അഭയം തേടിയ സീതാദേവി അവിടെ വെച്ച് 2 കുട്ടികൾക്ക് ജന്മം നൽകി. അതാണ് ലവനും കുശനും. ഒടുവില് അച്ഛനായ രാമനെ തേടി ആ മക്കൾ അയോധ്യയിലെത്തി.
ശ്രീരാമചന്ദ്രന് ആ മക്കളെ കണ്ടിട്ട് തിരിച്ചറിയാനായില്ല. സീതാദേവി രാമന്റെ മക്കളാണ് ഇവരെന്ന് പറഞ്ഞിട്ടുമില്ല. ഒടുവിൽ ലവനും കുശനും രാമായണ കഥ ശ്രീരാമചന്ദ്രനെ പാടിക്കേൽപ്പിച്ചപ്പോഴാണ് തന്റെ മക്കളാണ് ഈ വന്നിരിക്കുന്നതെന്ന് ആ അച്ഛന് മനസ്സിലായത്. അച്ഛൻ അങ്ങനെ കഥ പറഞ്ഞപ്പോഴേക്കും സത്യമോൾ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്നുണർന്ന സത്യമോൾ അയ്യോ അച്ഛനെവിടെ, അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കുന്നത് കേട്ട് ശാരദാമ്മ അങ്ങോട്ട് ഓടി വരുവാണ്. സത്യമോളെ എന്താ, എന്തു പറ്റി? ശാരദാമ്മ, എൻ്റെ അച്ഛൻ എവിടെ? ഇത്രയും നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അത് എൻ്റെ സത്യമോള് സ്വപ്നം വല്ലതും കണ്ടതായിരിക്കും. സ്വപ്നം ഒന്നും അല്ല ശാരദാമ്മേ, എനിക്ക് എൻ്റെ അച്ഛൻ കഥ വരെ പറഞ്ഞു തന്നു. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന കഥ വേണമെങ്കിൽ ഞാൻ ശാരദാമ്മയ്ക്ക് പറഞ്ഞു തരാം. ശ്രീരാമചന്ദ്രന്റെ കഥയാ. എൻ്റെ ദൈവമേ, ഉറക്കത്തിൽ പോലും ഈ കൊച്ചിന് അച്ഛനെ കുറിച്ചുള്ള ചിന്തയാണല്ലോ. എന്തു പറഞ്ഞാ ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നത്? അച്ഛൻ ഒരുപാട് സങ്കടത്തോടെ ആ കഥ എനിക്ക് പറഞ്ഞു തന്നത്. മക്കളെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ശ്രീരാമചന്ദ്രന്റെ കഥ. അച്ഛൻ ആ കഥ പറഞ്ഞപ്പോൾ അത് കേട്ട് എനിക്ക് ഒരുപാട് സങ്കടമായി ശാരദാമ്മേ. എൻ്റെ സത്യമോൾ അച്ഛനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് കിടന്ന് ഉറങ്ങിയതുകൊണ്ടാ അച്ഛനെ ഇങ്ങനെ സ്വപ്നം കണ്ടത്. എന്തിനാ ശാരദാമ്മ എൻ്റെ അച്ഛനെ ഇങ്ങനെ എന്നിൽ നിന്നും മാറ്റി നിർത്തുന്നത്? എൻ്റെ അച്ഛനെ കുറിച്ച് ശാരദാമ്മയ്ക്ക് എല്ലാം അറിയാവുന്ന എനിക്കറിയാം. അതുകൊണ്ടാ ശാരദാമ്മയെ ഞാൻ ചോദിക്കുന്നത്. ഇനിയും സത്യമോളോട് അവളുടെ അച്ഛനെ കുറിച്ച് മറച്ചു വെക്കുന്നത് ഈ കുഞ്ഞിനോട് ചെയ്യുന്ന കൊടും വഞ്ചനയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യമോളുടെ ചോദ്യത്തിന് മുന്നിൽ ശാരദാമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനാകാതെ സത്യമോളുടെ അച്ഛനെ കുറിച്ച് തുറന്നു പറയുമോ, അതോ സത്യ തന്നെ തൻ്റെ അച്ഛൻ വിഷ്ണുവാണെന്ന് കണ്ടുപിടിക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.